ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു വമ്പൻ നീക്കം നടത്തുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് വലിയ രീതിയിലുള്ള വാർത്തയായിട്ട് അവർ ബൂസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. ചിലപ്പോൾ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വാർത്തയായതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ എയർ സ്പേസ് ഓവർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ബേ ഓഫ് ബംഗാൾ ആൻഡ് ആൻഡമാൻ സീ റിമെയിൻ ക്ലോസ്ഡ് ഓൺ May 23, 24. മിസ്റ്റീരിയസ് ഡെസിഷൻ ബൈ ഇന്ത്യൻ ഗവൺമെന്റ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആൻഡമാൻ നിക്കോബാർ, ബേ ഓഫ് ബംഗാൾ എന്നിങ്ങനെയുള്ള നിക്കോബാർ ഐലൻഡ്സ്, ബേ ഓഫ് ബംഗാൾ, ആൻഡമാൻ സീ അതിന് മുകളിലുള്ള എയർ സ്പേസ് ക്ലോസ്ഡ് ആയിരിക്കും ഇന്നും ഇന്നലെയും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. The Indian government has announced that the airspace over the Andaman and Nicobar Islands, Bay of Bengal, and some parts of the Andaman Sea will remain closed for 3 hours. അതായത് 3 മണിക്കൂർ ഇന്നലെയും ഇന്നും ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബട്ട് ദ ഗവൺമെന്റ് ഹാസ് നോട്ട് റിവീൽഡ് ദ സ്പെസിഫിക് റീസൺ ഫോർ ദിസ് ഡെസിഷൻ. ഈ ഡെസിഷൻ, അതായത് ഈ തീരുമാനമെടുക്കാനുള്ളതിന് പിന്നിലുള്ള റീസൺ എന്താണെന്ന് ഗവൺമെന്റ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. സച്ച് ഡെസിഷൻസ് ആർ യൂഷ്വലി ടേക്കൺ ഡ്യൂറിംഗ് മിസൈൽ ടെസ്റ്റ് exercises or secret military activities, so many think that this may be an indication of some important defense program. അതായത് ഇങ്ങനെ നമ്മൾ എയർ സ്പേസ് ക്ലോസ് ചെയ്തിടുന്നത് നമ്മൾ മിസൈൽ പരീക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ സീക്രട്ട് മിലിറ്ററി ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടത്തുമ്പോഴൊക്കെ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തിനാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് നേരത്തെ വന്നൊരു റിപ്പോർട്ടാണ്. അതായത് ജൂൺ 13 തൊട്ട് 15 വരെ 2 ദിവസങ്ങളിൽ, ജൂൺ 13 to 15 കേട്ടോ, ഇപ്പം മെയ് മാസമാണ്. അപ്പോൾ ഒരു മിസൈൽ പരീക്ഷണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നു. കാരണം ഇന്ത്യ ഒരു മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അയൽ രാജ്യങ്ങളെ ഉൾപ്പെടെ ഇത് അറിയിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും അത് ചെയ്യും. അതാണ് അതിന്റെ പ്രോട്ടോകോൾ. ഈവൻ പാകിസ്ഥാൻ ആണെങ്കിൽ നമുക്കറിയാം, ആ യുദ്ധ സമാനമായ സാഹചര്യത്തിൽ പോലും അവര് അത് വലിയ രീതിയിൽ തന്നെ ലോകത്തെ അറിയിച്ചിരുന്നു. ഞങ്ങൾ കറാച്ചിയിൽ ഒരു മിസൈൽ പരീക്ഷണം നടത്തുന്നു എന്നൊക്കെ. അവർ പരീക്ഷണം നടത്തുകയും ചെയ്തു. അതൊരു മിസൈൽ പരീക്ഷണമൊക്കെ നടത്തിയിരുന്നു. അപ്പം എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു പരീക്ഷണം, അത് അഗ്നി 5ന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ്. 3500 കിലോമീറ്റർ ആണ് അതിന്റെ ടെസ്റ്റ് റേഞ്ച്. എപ്പോഴും നമ്മൾ ഈ മിസൈലുകളുടെ റേഞ്ച് പറയുമ്പോൾ, അതിന്റെ ദൂരപരിധി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ സ്പെസിഫൈ ചെയ്യുന്നൊരു ദൂരപരിധി ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 3500 കിലോമീറ്റർ ദൂരപരിധി എന്ന് പറയുമ്പോൾ മിസൈലിന്റെ ദൂരപരിധി അല്ലാതെ മിസൈലിന്റെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന റേഞ്ചിന്റെയാണ്, ആ റേഞ്ചാണ് അതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത്. ഇതായിരിക്കില്ല ഇത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ. ചിലപ്പോൾ ഇതിന്റെ 2 ഇരട്ടിയാകാം, 3 ഇരട്ടിയാകാം, ചിലപ്പോൾ 4 ഇരട്ടിയും ആകാം. ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് നമ്മുടെ വാഹനത്തിനൊക്കെ മൈലേജ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ 1 ലിറ്റർ പെട്രോളൊക്കെ അടിച്ചിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ കിട്ടുന്ന മൈലേജ് വെച്ചിട്ടാണ് നമ്മൾ 10 ലിറ്ററിന് എത്ര പോകും എന്ന് കണക്ക് കൂട്ടുന്നത്. എന്ന് പറഞ്ഞതുപോലെ 3500 കിലോമീറ്റർ ഒരു റേഞ്ച് വെച്ചിട്ട്, ഇപ്പോൾ ഇത് പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം അമേരിക്ക ലോകത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന, ലോകത്ത് എവിടെയും ചെന്നെത്താൻ കഴിയുന്ന ഒരു മിസൈൽ പരീക്ഷണം കാലിഫോർണിയയിലെ സൈനിക താവളത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. മെയ് 2 ആണെന്നാണ് എൻ്റെ ഒരു എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ മിസൈൽ പരീക്ഷണമായിരുന്നു അത്. പക്ഷെ അവരത് നടത്തിയത് 4500 റേഞ്ചിലായിരുന്നു, 4500 കിലോമീറ്റർ റേഞ്ചിലായിരുന്നു. അപ്പൊ 4500 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു മിസൈലിന് എന്തായാലും റഷ്യ പോലും എത്താൻ കഴിയില്ല. കാരണം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ദൂരം തന്നെ 6000 കിലോമീറ്റർ ആണ്. അപ്പൊ അതിന്റെ പകുതി വരെ എത്താൻ കഴിയത്തുള്ളൂ. അപ്പൊ അതല്ല, ലോകത്ത് മുഴുവൻ എത്തണം എന്നുണ്ടെങ്കിൽ ഈ 4500ന്റെ 3 മടങ്ങോ 4 മടങ്ങോ ആയിരിക്കും. അപ്പൊ ഇന്ത്യ നടത്താൻ പോകുന്ന പരീക്ഷണം 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 5ന്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് 10,000 ആകാം അതിന്റെ ഫുൾ റേഞ്ച്. പിന്നെ ചിലപ്പോൾ അതിനും മുകളിലേക്ക് 12,000-ലേക്കൊക്കെ എത്തിയേക്കാം. അത് എത്ര ടൈംസ് ആണ് അതൊരിക്കലും ഒരു രാജ്യവും വെളിപ്പെടുത്താനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ഈ ആയുധം വാങ്ങാൻ വരുന്ന രാജ്യങ്ങൾക്ക്, അവിടുത്തെ സൈന്യത്തിനും കൃത്യമായി തന്നെ അറിയാം ഇത് എത്രയായിരിക്കും എന്നുള്ളത്. കാരണം അതിന്റെ ഡീറ്റെയിൽസുകളെ കുറിച്ച് നമുക്ക് അറിയില്ല. അത് ഒരിക്കലും ഒരു രാജ്യം വെളിപ്പെടുത്തില്ല. വാങ്ങാൻ വരുന്നവർ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. നമ്മളെ കണക്കുള്ളവർ അതിന്റെ റേഞ്ച് അറിഞ്ഞിട്ട് കാര്യം ഇല്ല എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. പിന്നെ അതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിഫൻസ് അനാലിസിസ് ചെയ്യുന്ന ഒരുപാട് യുദ്ധരംഗത്തും മറ്റുമൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ്, മറ്റുള്ളവർക്ക് വിശകലനം ചെയ്യുന്ന അനേകം മാധ്യമങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. അവരാണ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വിശകലനം നമുക്ക് തരുന്നത്. അപ്പൊ അത്തരത്തിൽ ഇന്ത്യ ഒരു വലിയ മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു. അത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കുറച്ച് ദിവസങ്ങൾക്കകം നമ്മുടെ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ, അതിനോടനുബന്ധിച്ച് ഈ കുറഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ പല പരീക്ഷണങ്ങളും മുമ്പോട്ട് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ മാത്രമല്ല, ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് ഒരാഴ്ചക്ക് മുമ്പായിരുന്നു അവരുടെ ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞിട്ടൊരു മിസൈൽ വേദ സംവിധാനം. അപ്പൊ ആ മിസൈൽ വേദ സംവിധാനം വികസിപ്പിച്ചെടുക്കുന്നതിനെ കുറിച്ച് പാശ്ചാത്യ ഡിഫൻസ് അനാലിസിസ്റ്റുകൾ അനാലിസിസിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണം, ഇന്ത്യയുടെ സൂപ്പർസോണിക് മിസൈൽ ബ്രഹ്മോസ് കൃത്യതയോടുകൂടി തന്നെ
എല്ലാ ഡിഫൻസ് സിസ്റ്റത്തെയും മറികടന്നുകൊണ്ട് കൃത്യമായി തന്നെ പോയിന്റിൽ വീണു. അപ്പൊ ഭാവിയിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് നേരെയും ഉണ്ടാകാം. അപ്പം അതിനെ തടയിടുക, അതായത് സൂപ്പർസോണിക് മിസൈലുകൾ വന്നാൽ പോലും അതിനെ സൂപ്പർസോണിക് അല്ല, ഹൈപ്പർസോണിക് മിസൈൽ. ഇപ്പൊ നമ്മുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ആണ്. അപ്പൊ ഹൈപ്പർസോണിക് വന്നാലും തടയണം, അതൊക്കെ മേലെ എന്തെങ്കിലും വന്നാലും തടയണം എന്ന രീതിയിലാണ് അവരിപ്പോൾ ഈ ഗോൾഡൻ ഡോം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ അവർ കാലിഫോർണിയയിൽ വെച്ചിട്ട് മിസൈൽ പരീക്ഷണം, ഭൂഖണ്ഡാന്തര മിസൈലാണ് അവർ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതായത് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് എത്താൻ കഴിയുന്ന മിസൈലാണ് അവർ പരീക്ഷണം നടത്തിയത്. അതിനുശേഷം നമ്മൾ കണ്ടൊരു വാർത്ത, റഷ്യ ഒരു വലിയ മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്റെ സംശയം മാത്രമാണ്. 2018 ലോഞ്ച് ചെയ്തൊരു ഒരു മിസൈലാണ്. ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്ന വെഹിക്കിളിൽ ശ്രീ വ്ളാഡിമിർ പുടിൻ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ മിസൈലിന്റെ വിശേഷങ്ങൾ അന്ന് പറഞ്ഞത്, 2018. നമുക്കറിയാം, ആ സമയത്ത് തന്നെയാണ് S-400 നമ്മൾ കരാർ ഒപ്പിട്ട് സ്വന്തമാക്കുന്നത്. 400 2007 ഇറങ്ങിയതാണ്. അപ്പോ അപ്പം ഇങ്ങനെ അത് നേരത്തെ ഉണ്ടായിരുന്നു, അതിന്റെ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് വേർഷൻ പരീക്ഷണം, അതായത് മിസൈൽ ടെസ്റ്റിങ്ങിന് അവർ പോകുന്നുണ്ട്. അതിന്റെ ദൂരപരിധി 34,000 കിലോമീറ്ററാണ്. 34,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ കാശ്മീർ ടു കന്യാകുമാരി 3,400 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത്. അതായത് കാശ്മീരിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ 6 മിനിറ്റ് കൊണ്ട് കന്യാകുമാരിയിലെത്തും. അപ്പൊ 34,000 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും എല്ലാ സ്ഥലങ്ങളും ഈ മിസൈലിന്റെ അണ്ടറിലാണ്. അപ്പൊ അമേരിക്കയ്ക്ക് ബദലായിട്ട് അവരത് ഇത് ചെയ്തു. ഇനി ആ മിസൈലാണോ നമ്മുടെ ഇന്ത്യയിൽ അവർ പരീക്ഷിക്കുന്നതെന്ന് അറിയില്ല. കാരണം ഇപ്പൊ റഷ്യയുടെ ഏതാണ്ട് ഏറെക്കുറെ ആയുധങ്ങളെല്ലാം ഇപ്പൊ ഇന്ത്യയിലാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയിലാണോ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്തത് എന്നത് അറിയില്ല. ഏതായാലും പുടിൻ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഏത് പ്രതിബന്ധങ്ങൾ, കുത്തനെയുള്ള അറ്റാക്കുകളെയും തകർക്കാൻ കഴിയുന്ന റോക്കറ്റിനേക്കാൾ വേഗതയുള്ള ഒരു ഹൈപ്പർ സോണിക് മിസൈൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനിടയിൽ വന്ന മറ്റൊരു വാർത്ത, ചൈനയിൽ അവരൊരു മദർ ഡ്രോൺ സിസ്റ്റം വികസിപ്പിച്ചു. അതായത് ഒരു ഡ്രോണിൽ നിന്ന് 100 കണക്കിന് ഡ്രോണുകൾ വരുന്ന ഒരു സിസ്റ്റം. പിന്നീട് വന്നൊരു വാർത്ത, അവരൊരു ഹൈപ്പർ സോണിക് ഡ്രോൺ തന്നെ ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആളുകൾ. അപ്പോൾ പുതിയ യുഗമാണല്ലോ, അപ്പോൾ ഡ്രോൺ യുഗമാണ്. അപ്പോൾ ഹൈപ്പർ സോണിക് ഡ്രോണിലേക്ക് അവർ പരീക്ഷണം നടത്തുന്നു. അവരുടെ പരീക്ഷണങ്ങളൊക്കെ വിജയമായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ലോകം മുഴുവൻ ഒരു ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് ഇന്ത്യയുടെ ആയുധങ്ങളെല്ലാം ഇപ്പൊ ഈ സുന്ദൂർ വന്നപ്പോഴത്തേനും ആയുധങ്ങളുടെ ഒരു ക്വാളിറ്റി ലോക രാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കൂടാതെ നമ്മളും ടെസ്റ്റിംഗ് നടത്തും. ഇത് രണ്ടർത്ഥത്തിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ലോകം ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു. മറുഭാഗം, ഈ ആയുധങ്ങൾ കാട്ടിക്കൊണ്ട് ആയുധ വിപണിയിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ എത്തുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിലുള്ള അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ ഇന്ത്യ കൂടി, നിലവിൽ ചൈന വിപണിയിലുണ്ട്, ഇന്ത്യയും വിപണിയിലുണ്ട്. പക്ഷെ ആ വിപണിയിലേക്ക് ഇന്ത്യ വളരെ ശക്തമായി എത്തുന്നു. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷന്റെ ഭാഗമായിട്ടും ഞങ്ങൾ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കുന്നു എന്ന് അറിയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇതൊന്ന്. അപ്പൊ രണ്ട് ആംഗിളിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഒന്ന് യുദ്ധത്തിന്റെ ആംഗിളിൽ കാണാം, മറ്റൊന്ന് നമ്മുടെ സുരക്ഷയുടെ ഭാഗമായിരിക്കണം നമ്മൾ വികസിപ്പിക്കുന്ന ആയുധങ്ങൾ. മറ്റൊന്ന് ആയുധ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിലേക്ക് നമ്മൾ സജീവമായിട്ട് ഇറങ്ങുന്നു. ഇപ്പൊ എനിക്കിപ്പോ ഈ വാർത്ത കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഈ മിസൈൽ പരീക്ഷണം നടത്തുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ രാജ്യത്ത് ഈ ആഴ്ചയിൽ കാറുകൾ ലോഞ്ച് ചെയ്യുന്നത് പോലെയാണ്. ഓരോ കമ്പനിയും ദിവസവും കാറുകൾ ലോഞ്ച് ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ആ കമ്പനി അങ്ങനെ ഇറക്കി, ഈ കമ്പനി ഇങ്ങനെ ഇറക്കി, ഇതിന്റെ മൈലേജ് അത്രയാണ്, അതിന്റെ സേഫ്റ്റി ഇത്രയാണ് എന്ന് പറഞ്ഞാൽ ഡെയിലി കാർ ഇറക്കുന്നത് പോലെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളും മിസൈലും ഫൈറ്റർ ജെറ്റുകളും ഒക്കെ ഇറക്കുന്ന ഒരു കാഴ്ച. വളരെ ധൃതിയിലാണ് നടക്കുന്നത്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് നമ്മുടെ ലോകത്ത്. ശീതയുദ്ധ കാലത്ത് നമ്മൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ട്. അന്ന് എല്ലാവരും ആയുധം വാങ്ങിക്കൂട്ടുവാനും ഒരുപാട് ആയുധങ്ങൾ കണ്ടുപിടിക്കുവാനും ഒക്കെ ഉള്ള, അങ്ങനെയാണ് റഷ്യയും അമേരിക്കയൊക്കെ വലിയ ആയുധ പുരകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ ആയി അവരിത് മാറാനുള്ള കാരണമൊക്കെ ആ ശീതയുദ്ധകാലമാണ്. അതിനുശേഷം പിന്നെ എല്ലാവരും ഡെവലപ്മെന്റ് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ വീണ്ടും അതിന്റെ ഒരു കാലഘട്ടം, അതായത് ആയുധ വിപണി പിടിക്കാനായിട്ട് ഇപ്പൊ ഇന്ത്യ കൂടെ കളത്തിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതല്ല. കാരണം ചൈനയാണെങ്കിൽ അവരുടെ പുതിയ ഡ്രോണും സിസ്റ്റം ഒക്കെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അടുത്തടുത്തേക്ക് വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസിന് വലിയ ഡിമാൻഡ് വന്നുകൊണ്ട് ഇന്ത്യ ഇറക്കുന്ന ഏത് മിസൈലിനും വലിയ ഡിമാൻഡ് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇന്ത്യയുടെ പിനാക മിസൈൽസ് ഓൾറെഡി ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ്. അത് ഒരുപാട് രാജ്യങ്ങൾ അത് വാങ്ങുന്നുമുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. അല്ല ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്ന് കാണുന്നില്ല. മറ്റൊന്ന്, ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടത്തിന്റെ പിന്നിൽ ഇന്ത്യയുടെ ടെക്നോളജിയും ഒപ്പം തന്നെ റഷ്യയുടെ ടെക്നോളജിയും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, റഷ്യ അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ട് ഇന്ത്യയിൽ തന്നെ അത് നിർമ്മിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയാണ് റഷ്യ അതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്ലാന്റുകൾ നേരത്തെ നിർമ്മിച്ചിട്ട് തന്നെ
അതിന്റെ പണി നടക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ഒരു വലിയ റഡാർ സിസ്റ്റമാണ് ഈ കർണാടകയിൽ അതിന്റെ പണി പൂർത്തീകരിക്കൊണ്ടിരിക്കുന്നത്. അത് ലോകത്തെ മുഴുവൻ ഒറ്റ റഡാറിൽ കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ സിസ്റ്റം നമ്മൾ, കാരണം ഇപ്പം നമ്മുടെ കയ്യിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ റഷ്യയെ പോലെയല്ല, അത്യാവശ്യത്തിന് പൈസയുണ്ട്, ടെക്നോളജി ഉണ്ട്, സ്കില്ലുള്ള ആളുകളുണ്ട്. ഇതൊക്കെ കൊണ്ട് പിന്നെ കുറെ സേഫ് ആണ് നമ്മൾ. ഇതൊക്കെ കൊണ്ടാണ് റഷ്യ നമ്മളോട് കൂടുതൽ താല്പര്യം പഠിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കൂടെ നിന്ന് ചതിക്കാറില്ല. കാരണം ഈ ഉൽപ്പാദിപ്പിക്കുന്നത് കൃത്യമായി തന്നെ അതിനകത്ത് നമ്മൾ ഡെവലപ്മെന്റ്സ് വരുത്തിയാൽ തന്നെ അതിനകത്ത് ഒരു പങ്ക് നമ്മൾ റഷ്യക്ക്, അങ്ങനെയാണല്ലോ ഷെയർ വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് മാത്രവുമല്ല, ഇപ്പൊ ചൈന ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ 1960 ശേഷം ചൈന ഒരു യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. 60 അവര് റഷ്യയുമായിട്ടൊരു വാർ നടന്നിരുന്നു, ചൈന റഷ്യ വാർ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരൊരു യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ഇനി അവരൊക്കെ ഉണ്ടാക്കുന്ന ആയുധങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിനൊരു എന്താണ് പ്രാക്ടിക്കലി ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയുന്നില്ല. മറ്റൊന്ന്, റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഉക്രൈൻ ഒരു ആണവായുധ രാജ്യമല്ല. അതുകൊണ്ട് തന്നെ റഷ്യക്ക് അത്തരത്തിൽ കടുകട്ടിയായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ റഷ്യ അവരുടെ കയ്യിലുള്ള കുറഞ്ഞ വെപ്പൺസ് വെച്ചിട്ടാണ്, കുറഞ്ഞ വെപ്പൺസ് മാത്രമല്ല കുറഞ്ഞ സൈനികരെയും അവർ ഈ യുക്രൈൻ വാറിൽ യൂസ് ചെയ്യുന്നത്. അവരുടെ പ്രധാനപ്പെട്ട സൈനികർ ഇങ്ങനെ ഒന്നും അവർ നീക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് ഫിൻലൻഡിന്റെ ബോർഡറിലൊക്കെ അവർ 6 ലക്ഷം സൈനികരാണ് റഷ്യ വിന്യസിച്ചിരിക്കുന്നത്. കാരണം റഷ്യ ഭയക്കുന്ന വേറൊരു കാര്യമുണ്ട്, യൂറോപ്യൻ കൺട്രീസിൽ ആരെങ്കിലും റഷ്യയെ ഫിൻലാൻഡ് വഴിയോ ഇല്ലെങ്കിൽ പോളണ്ട് വഴിയോ ഒക്കെ അറ്റാക്ക് ചെയ്യാൻ ഒരുപക്ഷെ ശ്രമിച്ചേക്കാം എന്ന് റഷ്യ കരുതുന്നു. ഏതായാലും റഷ്യ ഇപ്പോൾ അവരുടെ ഒരു ആയുധബലത്തിന്റെയോ ഇല്ല ആൾബലത്തിന്റെയോ ഒന്നും 4-1 പോയിട്ട് ഒരു ഒരു ചെറിയ ശതമാനം പോലും പുറത്തെടുത്തിട്ടില്ല ഉക്രൈൻ വാറിൽ. അപ്പോൾ അവരുടെ ആയുധങ്ങളൊന്നും അതുവരെ എടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ ആയുധ വിപണിയിലേക്ക് ഇന്ത്യ കടന്നു വരുന്നു സജീവമായിട്ട് തന്നെ. കാരണം നമ്മുടെ ഒരു ഇൻകം മെയിൻ സോഴ്സ് ആയിട്ട് ആയുധ വിപണി മാറുന്നു. കാരണം ആയുധ വിപണി ചിലതൊന്നുമല്ല, പല രാജ്യങ്ങളെയും അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഒരു പ്രധാന ഇൻകം തന്നെ ആയുധങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസയാണ്. അപ്പൊ ആ വിപണിയിലേക്ക് ഇന്ത്യ സജീവമായി വരുന്നു. ഈ സാഹചര്യത്തിൽ ഇവിടെ ശ്രദ്ധേയമായ കാര്യമുണ്ട്, തുർക്കി പൊളിഞ്ഞൊടുങ്ങി. അവരുടെ എല്ലാവർക്കും മനസ്സിലായത് എന്താണെന്നുള്ളത്. അവരൊക്കെ ആയിരുന്നു ഈ കുറഞ്ഞ ചെലവിൽ ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന രാജ്യം. മറ്റൊന്ന് ചൈനയായിരുന്നു. അതെല്ലാം ടമാർ ഫടാറായി കഴിഞ്ഞു പാകിസ്ഥാൻ, അതിനും വിശ്വാസത പോയി കഴിഞ്ഞു. അപ്പൊ ഇന്ത്യയാണ്, ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, കുറഞ്ഞ പൈസ മതി, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, ഗ്യാരണ്ടിയുള്ള സാധനങ്ങൾ കിട്ടും എന്നുള്ളതാണ്. പിന്നെ കരാറിനകത്ത് അവ്യക്തതയില്ല, രഹസ്യ അജണ്ടകളില്ല. ചൈനയാണ് ഒരു ആയുധം കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് കടത്തി വെച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ചൈനയ്ക്ക് തന്നെ അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണോ എന്നും നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ ഇന്ത്യയുടെ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ധൈര്യപൂർവ്വം വാങ്ങാം. അതുകൊണ്ടാണ് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങാൻ പോകുന്നു എന്ന വാർത്തകളും വരുന്നത്. അപ്പൊ ഏതായാലും നമ്മുടെ ലോകം ഒരു യുദ്ധത്തിന്റെ മുനമ്പിലാണ്. ഒപ്പം തന്നെ കച്ചവടത്തിന്റെ പുതിയ മാനങ്ങളിലേക്ക് ഇന്ത്യ സജീവമായി ഇറങ്ങുന്നു. നമുക്കറിയാം, ഈ സിന്ദൂർ ഓപ്പറേഷന്റെ ആ ഒരു അടി നടന്നതിന്റെ തൊട്ട് പിന്നാലെ നമ്മുടെ വ്യോമസേനയും കരസേനയും ഒക്കെ തന്നെ ഇറക്കിയ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഉപയോഗിച്ച വെപ്പൺസിന്റെ ഒരു ഡെമോൺസ്ട്രേഷനും കൂടെ ആയിരുന്നു. ഇതാ ഈ മിസൈൽ വെച്ചിട്ടാണ് ഞങ്ങൾ അത് തകർത്തത്, അല്ലെങ്കിൽ ഈ വെപ്പൺ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തത് എന്ന്. അത് രണ്ടും കൂടെ അത് സ്വാഭാവികമാണ് ചെയ്യുന്നത്. നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനം നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വിൽക്കുകയും കൂടെയാണ്. അത് അങ്ങനെയാണല്ലോ നമുക്ക് ലാഭം ഉണ്ടാകുന്നത്. അപ്പൊ ആ തരത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത്. ഏതായാലും ഇന്ത്യയെ കുറിച്ച് ഇപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താ പറയുന്നത്, ഒരുപക്ഷെ പഴയ ആൾക്കാർക്കെല്ലാം നല്ല ആത്മബലം ധൈര്യമുണ്ട് ഇന്ത്യ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ പുതിയ തലമുറയ്ക്ക് അതില്ലായിരുന്നു. അതായത് പുതിയ കുട്ടികളുണ്ടല്ലോ, പുതിയ നമ്മുടെ യൂത്തിന് അതിനെക്കുറിച്ചൊരു ആത്മവിശ്വാസം ഇത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാരണം അവർ വായിക്കുന്ന വാർത്ത മാത്രമല്ലേ ഉള്ളൂ, ചൈന അതിറക്കി, റഷ്യ ഇതിറക്കി, മറ്റവർ അതിറക്കി, നമുക്ക് പാകിസ്ഥാൻ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പുളുപടി വേറെയും, ഞങ്ങൾ അതിറക്കിയിട്ടുണ്ട്, ഞങ്ങൾ മറ്റേ ഇറക്കിയിട്ടുണ്ട്, പിന്നെ ആണവായുധം കൊണ്ട് ഇതടിക്കും, മറ്റേതാർക്കും എന്നൊക്കെ പറയും. ഇവിടെ ഒന്നും അല്ല എന്നുള്ള നിമിഷം നേരം കൊണ്ട് കേവലം 22 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കി കൊടുത്തില്ലേ. ഇപ്പം നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും അതിനെക്കുറിച്ചൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞു. നമ്മൾ സ്ട്രോങ് തന്നെയാണ്, ആരോട് പോയി മുട്ടി നിൽക്കാമെന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ മുമ്പ് ചൈന കണ്ണുരുട്ടുമ്പോൾ നമ്മുടെ ഇവിടെ ഇരുന്ന് ചില മാധ്യമപ്രവർത്തകർ എഴുതും ചൈന കണ്ണുരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ പറയുന്നത് ചൈന കണ്ണുരുട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ചൈനയ്ക്കുള്ള മരുന്ന് നമ്മുടെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ നിലയിലേക്ക് നമ്മൾ മാറി. നമ്മുടെ രാജ്യത്തിന്റെ ഒരു യൂത്തിന്റെ അടക്കം ഒരു കോൺഫിഡൻസ് ലെവൽ വല്ലാതെ അങ്ങ് ഉയർന്നു. ആയുധ വിപണിയിലേക്ക് ഇന്ത്യ വളരെ സജീവമായി തന്നെ കയറി വരുന്നു. ഒരുപക്ഷെ ചൈനയുടെ സ്പേസ് ഇന്ത്യ എടുത്തേക്കാനുള്ള സാധ്യതയുണ്ട് ഈ ആയുധ വിപണിയിൽ. അവർക്ക് അങ്ങനെ വലിയ സ്പേസ് ഒന്നുമില്ല, അവരുടെ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ വരുന്നു. മറ്റൊന്ന് നമ്മുടെ സുരക്ഷ, ആഭ്യന്തര സുരക്ഷ, സ്വയം പര്യാപ്തമായ ആഭ്യന്തര സുരക്ഷ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആയുധവും. അതല്ലാതെ വല്ലവരുടെ ആയുധം മേടിച്ചിട്ട് അവൻ കാല് മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിനു മുമ്പ് പല രാജ്യങ്ങളും നമുക്ക് പണി തന്നിട്ടുള്ളതാണ്. അവരുടെ ആയുധം വാങ്ങിയിട്ട് സമയം വരുമ്പോഴത്തേനും അവരതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ തരാതിരുന്നു കഴിഞ്ഞാലോ, സപ്ലൈ മുറിഞ്ഞു പോയാലോ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയില്ല.
ഇപ്പൊ നമ്മുടെ സ്വന്തം സാധനമാണ്, നമുക്ക് ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതാണ് ഇപ്പൊ നടന്ന സംഭവം. താങ്ക് യു ബിജുട്ടാ, താങ്ക് യു സോ മച്ച്.